കർക്കിടകാര്യം 6 ഇന്ന് പറയാൻ പോകുന്നത് രാമായണത്തിലെ കാണ്ഡങ്ങളെ പറ്റിയാണ്. എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളുണ്ടാവും, ഒന്ന് കാണണേ. ആദ്യത്തെ കാണ്ഡം എന്ന് പറയുന്നത് ബാലകാണ്ഡമാണ്. ബാലകാണ്ഡത്തിൽ പറയുന്നത് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന് 3 പത്നിമാരുണ്ടായിരുന്നു. അവർക്ക് കുറേ നാളായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. യാഗങ്ങളും പൂജകളും നടത്തി അവർക്ക് 4 സന്താനങ്ങൾ ജനിക്കുകയാണ്: ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അവരുടെ ജനനവും പഠനവും ആശ്രമ ജീവിതവും അതൊക്കെയാണ് ബാലകാണ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് രണ്ടാമത്തെ കാണ്ഡം എന്ന് പറയുന്നത് അയോധ്യാകാണ്ഡമാണ്. പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അവർക്ക് വിവാഹം നടക്കുന്നു. അതിനുശേഷം രാജ്യം ഒരാളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ശ്രീരാമനെ അടുത്ത രാജാവാക്കാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് രാജാവിൻ്റെ പത്നിമാരിൽ ഒരാളായ കൈകേയി വരുന്നു. മുന്നേ രാജാവ് കൈകേയിയോട് 2 വരങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപ്രകാരം സ്വന്തം മകനായ ഭരതനെ രാജാവാക്കണമെന്നും രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്നും രാജാവിനോട് ആവശ്യപ്പെടുകയാണ്. നിവർത്തിയില്ലാതെ രാജാവിന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ആ സമയം സീതാദേവി അനുഗമിക്കുന്നു. ഇവർ രണ്ടുപേരും അനുഗമിച്ച് ലക്ഷ്മണനും പോകുന്നു. ഇതാണ് അയോധ്യാകാണ്ഡം.